നമസ്കാരം. ഈ പൗരത്വ പ്രക്ഷോഭവുമായി ബന്ധപ്പെട്ടിട്ടുള്ള കേസുകളൊക്കെ പിൻവലിക്കുവാനുള്ള സംസ്ഥാന സർക്കാരിൻ്റെ ഒരു തീരുമാനമുണ്ടായിട്ടുണ്ടല്ലോ. ആ തീരുമാനം തിരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ട ലംഘനമാണെന്നാണ് ഇപ്പോൾ BJPയുടെ സംസ്ഥാന അധ്യക്ഷനും വയനാടിൻ്റെ സ്ഥാനാർത്ഥിയുമായിട്ടുള്ള കെ സുരേന്ദ്രൻ പറയുന്നത്. ഒരു പ്രത്യേക വിഭാഗത്തെ പ്രീണിപ്പിക്കുവാൻ വേണ്ടിയിട്ടാണ് മുഖ്യമന്ത്രി ഇത്തരത്തിൽ ചട്ടലംഘനം നടത്തിയത് എന്നാണ് സുരേന്ദ്രൻ്റെ വാദം. നിരോധിത ഭീകര സംഘടനയാണ് PFI നടത്തിയിട്ടുള്ള അക്രമാസക്തമായിട്ടുള്ള പൊതുമുതൽ നശിപ്പിക്കൽ, പോപ്പുലർ ഫ്രണ്ട്. ഈ കേസുകളൊക്കെ പിൻവലിച്ചത് സർക്കാർ എന്തുകൊണ്ടാണ് ശബരിമല പ്രക്ഷോഭ കേസുകൾ പിൻവലിക്കാത്തത് എന്നാണ്. അത് പക്ഷപാതിത്വമാണെന്നാണ് അദ്ദേഹം പറയുന്നത്. വർഗീയ ധ്രുവീകരണം ലക്ഷ്യം വെച്ചുകൊണ്ടുള്ള മുഖ്യമന്ത്രിയുടെ ഇത്തരം കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ടാണ് എന്നാണ് സുരേന്ദ്രൻ്റെ വാദം. ഇതിനെതിരെ ദേശീയ ജനാധിപത്യ സഖ്യം ഇപ്പോൾ തെരഞ്ഞെടുപ്പ് കമ്മീഷനെ സമീപിക്കുവാൻ ഒരുങ്ങുകയാണ്. കമ്മീഷൻ ഈ കാര്യം വളരെ ഗൗരവമായി പഠിച്ച് നടപടിയെടുക്കണമെന്നാണ് NDAയുടെ ആവശ്യം എന്നുകൂടി അറിയിക്കുകയാണ്. പ്രതിപക്ഷവും ഈ കാര്യത്തിൽ സർക്കാരിനൊപ്പം നിൽക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നു എന്ന് BJP അവകാശപ്പെടുന്നു. അയ്യപ്പ വിശ്വാസികൾക്ക് വേണ്ടി ശബ്ദിക്കുവാൻ VD സതീശൻ പോലും തയ്യാറാകുന്നില്ല എന്നും പറയുന്നു. ശബരിമല തീർത്ഥാടകർ എന്താണ് രണ്ടാനമ്മയുടെ മക്കളാണോ എന്നാണ് സുരേന്ദ്രൻ്റെ ചോദ്യം. മുസ്ലിങ്ങളുടെ പൗരത്വം ചോദ്യം ചെയ്യുന്നുവെന്നാണ് പിണറായി വിജയൻ വാതോരാതെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. എന്തടിസ്ഥാനത്തിലാണ് ഇത്തരത്തിലുള്ള പ്രസ്താവനകൾ വിജയൻ നടത്തിക്കൊണ്ടിരിക്കുന്നതെന്ന് പറയണം. ഇത് വ്യക്തമായിട്ടുള്ള ചട്ടലംഘനമാണ് എന്നുള്ള കാര്യത്തിൽ സംശയമില്ല എന്ന് തന്നെയാണ് BJP അധ്യക്ഷൻ പറയുന്നതും. കള്ളപ്രചാരണമാണ് മുഖ്യമന്ത്രിയും പ്രതിപക്ഷ നേതാവും അടക്കമുള്ളവർ ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് എന്നും ഇതെല്ലാം വ്യാജ പ്രചാരണങ്ങളുടെ കണക്കിൽപ്പെടുത്താവുന്നതാണ് എന്നുമാണ് പറയേണ്ടത്. തിരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇതിനെതിരെ നടപടിയെടുക്കേണ്ടത് അത്യന്താപേക്ഷിതമാണ്. സർക്കാരിൻ്റെ നേട്ടങ്ങൾ ഉയർത്തി തിരഞ്ഞെടുപ്പിനെ നേരിടാനാവില്ല എന്നുള്ള ബോധ്യമാണ് ഇത്തരം വർഗീയ പ്രചരണത്തിന് മുഖ്യമന്ത്രിയെ പ്രേരിപ്പിക്കുന്നത് എന്ന് പറയേണ്ടി വരുന്നു. ഇത് സുരേന്ദ്രൻ്റെ വാദമാണെങ്കിലും ഇങ്ങനെ പറയാതിരിക്കാനും കഴിയില്ല. പലപ്പോഴും ഈ റഷ്യയിൽ തന്നെ നടന്ന IS-ന്റെ ഭീകരാക്രമണം 150ഓളം പേർ മരിച്ചിരുന്നു. എന്നിട്ടും മുഖ്യമന്ത്രി അതുമായിട്ട് അപലപിച്ചിട്ടില്ല. ഹമാസ് അനുകൂല റാലി നടത്തുന്നവർക്ക് അവർക്ക് 10,000-കണക്കിന് ഇന്ത്യക്കാരുള്ള നാട്ടിൽ ഭീകരാക്രമണം നടത്തിയിട്ട് പോലും ഒരക്ഷരം മിണ്ടാത്ത മുഖ്യമന്ത്രിയാണ് നമ്മുടെ നാട് ഭരിക്കുന്നത്. എന്തിന് ഈരാറ്റുപേട്ടയിലെ അക്രമികളെ ന്യായീകരിക്കുന്ന പോസ്റ്റ്, അത് ഫേസ്ബുക്ക് പോസ്റ്റിലിട്ട ആളാണ് ഇപ്പോൾ പത്തനംതിട്ടയിലെ LDF സ്ഥാനാർത്ഥിയായിട്ടുള്ള തോമസ് ഐസക് എന്ന് പറയുന്നത്. സഖാക്കളുടെ മുഖമാണ് ഈ പറയുന്നത്. ക്രൈസ്തവർ പള്ളിമണി അടിച്ച് കലാപത്തിന് ശ്രമിക്കുകയായിരുന്നു എന്നാണ് അതിന് ഈ തോമസ് ഐസക് പറഞ്ഞു വെച്ചത്. ഇത് മുഖ്യമന്ത്രിയും പോലീസും പറഞ്ഞതിന് നേർ വിപരീതമാണ് എന്ന് പറയാതിരിക്കാൻ കഴിയുമോ? കൈവിട്ട കളിയാണ് പലപ്പോഴും സർക്കാർ കളിക്കുന്നത് എന്നുകൂടി BJP ഓർമ്മിപ്പിക്കുകയാണ്. പക്ഷേ ഒരു കാര്യം പറയാതിരിക്കാൻ കഴിയില്ല. പൗരത്വ പ്രക്ഷോഭവുമായി ബന്ധപ്പെട്ട് വരുന്ന കേസുകൾ പിൻവലിക്കുവാൻ കാണിക്കുന്ന അതേ ആർജവം ശബരിമല വിഷയവുമായി ബന്ധപ്പെട്ടിട്ട് വന്ന നാമജപ ഘോഷയാത്രയിൽ പങ്കെടുത്തവർക്കെതിരെ എടുത്ത കേസുകളെ പിൻവലിക്കാതിരിക്കുന്നത് ഇരട്ടത്താപ്പാണെന്ന് പറയേണ്ടി വരില്ലേ? പൗരത്വ പ്രക്ഷോഭത്തിൽ പങ്കെടുത്തവരുടെ കേസ് പിൻവലിക്കൽ ന്യൂനപക്ഷത്തോടുള്ള പ്രീണനമാണോ എന്നുള്ള സുരേന്ദ്രൻ്റെ ചോദ്യവും ഈ ശബരിമല വിഷയവുമായി ബന്ധപ്പെട്ടിട്ട് നാമജപ ഘോഷയാത്ര നടത്തിയവർക്കെതിരെ എടുത്ത കേസ് എന്തുകൊണ്ടാണ് പിൻവലിക്കാത്തത് എന്നുള്ള സുരേന്ദ്രൻ്റെ ചോദ്യവും പ്രസക്തമല്ലേ? സുരേന്ദ്രൻ ചോദിക്കുന്നത് പോലെ രണ്ടാനമ്മയുടെ മക്കളാണോ ഈ പറയുന്ന ഹിന്ദുക്കളെന്ന് പറയപ്പെടുന്നത് എന്നൊരു ചോദ്യം സുരേന്ദ്രൻ പറഞ്ഞു വെക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ആ ചോദ്യവും പ്രസക്തമാണ്. ന്യൂനപക്ഷങ്ങളുടെ കാല് പിടിച്ച് വീണ്ടും വോട്ട് നേടി അധികാരത്തിലെത്താൻ ശ്രമിക്കുന്ന ഏതൊരു രാഷ്ട്രീയ പാർട്ടിയും അവസാനത്തിലേക്കാണ് പോകുന്നത് എന്ന് പറയേണ്ടി വരും. കാരണം ഈ ഹിന്ദുക്കളെ മാറ്റി നിർത്തിക്കൊണ്ട് അല്ലെങ്കിൽ ഈ പൗരത്വ വിഷയം ഉന്നയിക്കുമ്പോൾ ആ പൗരത്വ വിഷയത്തിനുള്ളിൽ എത്തപ്പെടുന്നവരെ അവർക്കെതിരെ ഉണ്ടാക്കിയെടുക്കുന്ന കേസുകളൊക്കെ മാറ്റിവെക്കാൻ കഴിയുന്നുണ്ട്. അതിനെ പകരം ആ പ്രക്ഷോഭത്തിൽ പങ്കെടുത്തവരുടെ അതുമായി ബന്ധപ്പെട്ടവരുടെ കേസുകൾ ഒഴിവാക്കാൻ കഴിയുന്നുണ്ടെങ്കിൽ എന്തുകൊണ്ടാണ് ഹിന്ദുക്കൾ തയ്യാറെടുത്ത ശബരിമല നാമജപ ഘോഷയാത്രയെ ബന്ധപ്പെട്ട് വരുന്ന വിഷയങ്ങളിലെ കേസുകൾ എന്തുകൊണ്ട് ഇവർ മാറ്റിവെക്കുന്നില്ല എന്നുള്ളതാണ് ചോദ്യം. അപ്പോൾ ഇതിവിടെ ഇരട്ട നീതി നടപ്പാക്കുവാനുള്ള ഒരു ശ്രമം നടത്തുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ ആ ചോദ്യത്തിനും വളരെ കൃത്യമായി മറുപടി പറയേണ്ട ഉത്തരവാദിത്വവും ബാധ്യതയും ഇവിടുത്തെ മുഖ്യമന്ത്രിക്കാണ്, പിണറായി വിജയന് തന്നെയാണ്. അതുകൊണ്ട് ശബരിമലയെയും ഒപ്പം തന്നെ പൗരത്വ പ്രക്ഷോഭത്തെയും രണ്ടായി കാണുന്ന തരത്തിലുള്ള ഒരു വേർതിരിവ് ഇപ്പോൾ ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. പക്ഷേ അത് ഇല്ലാതാകേണ്ടതാണ്. പൗരത്വ പ്രക്ഷോഭവുമായി ബന്ധപ്പെട്ട് വരുന്ന വിഷയങ്ങളിൽ ജയിലിലടയ്ക്കപ്പെട്ടവർക്കെതിരെ കേസില്ല എങ്കിൽ നാമജപ ഘോഷയാത്രയെ ബന്ധപ്പെട്ട് വന്ന വിഷയങ്ങളിൽ സ്വീകരിച്ച നടപടികളും മാറ്റിമറിക്കേണ്ടതാണ്, അല്ലെങ്കിൽ അവയും ഇല്ലാതാക്കേണ്ടതാണ്. എന്തുകൊണ്ടാണ് അത് ഇല്ലാതാക്കാൻ കഴിയാതായി പോകുന്നത്? അതിനെതിരെയാണ് ഇപ്പോൾ ജനം പ്രതികരിക്കാൻ പോകുന്നത്. ലോക്സഭാ തിരഞ്ഞെടുപ്പ് എത്തുമ്പോൾ ഇത്തരത്തിലുള്ള ഇരട്ട നീതികൾ കാണിക്കുന്നത് ജനം മനസ്സിലാക്കുക തന്നെ ചെയ്യും. നിങ്ങൾ ആർക്കു വേണ്ടിയിട്ടാണോ ഇത്തരത്തിലുള്ള പ്രീണനം നടത്തുന്നത്, ആ പ്രീണനങ്ങൾക്കെതിരായിട്ടുള്ള ഒരു വിധി എഴുത്തായിരിക്കും
ഈ വരുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ നടക്കാൻ പോകുന്നത്.